വെള്ളിയാഴ്ചകളിൽ പുതുരുചികൾ തേടിയിരിക്കുന്ന പ്രിയ പ്രേക്ഷകർക്ക് രുചിയുടെ പുതിയ വെള്ളിയാഴ്ചയിലേക്ക് സ്നേഹസ്വാഗതം. അതിരുചികരമായ പുതിയ തരത്തിലുള്ളൊരു മീൻ പൊരിച്ചതാണ് ഇന്ന് ഫുഡ് ട്യൂബിൻ്റെ താരം. വേള മീൻ പൊരിച്ചതും ചോറുമാണ് ഇന്നത്തെ ഐറ്റം. മീൻ പൊരിച്ചതിൽ എന്താണ് കാര്യം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവും. കാര്യമൊന്നുമില്ല, സാധാരണ പൊരിക്കുന്നവരൊക്കെ തന്നെയാണ്. അല്പസ്വല്പം വ്യത്യസ്തമായ രീതിയിൽ, കുറച്ചും കൂടെ രുചികരമായ രീതിയിൽ, കുറച്ചും കൂടെ ആകർഷകമായ രീതിയിൽ ഒരു മീൻ പൊരിച്ചത് എങ്ങനെ നമ്മൾക്ക് നമ്മുടെ ഗസ്റ്റുകൾക്ക് സെർവ് ചെയ്യാം, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് സെർവ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ദയവായിട്ട് എന്നെ ഫോളോ ചെയ്യുക. ഒരു 1/2 കിലോ വെള്ളാമീനെ ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു മീൻ തന്നെയാണ്. അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിരിക്കുന്നു. ഇത് നമുക്കൊന്ന് മസാല ഇട്ട് മാരിനേഷൻ ചെയ്യണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഏതിനും ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. മീൻ മസാലയിട്ട് നമുക്ക് കുറച്ച് നേരം ഇതിരിക്കണം. അപ്പോൾ ആ മസാല കൂട്ടുകളൊക്കെ പിടിച്ചതിന് ശേഷം മാത്രമേ മീൻ ഫ്രൈ ചെയ്യാവൂ. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നു. എരിവ് കുറവോ കൂടുതലോ വേണ്ടവർ അതിനനുസരിച്ച് ക്രമീകരിക്കുക. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് ചേർക്കേണ്ടുന്നത് 1 ടീസ്പൂൺ നമ്മുടെ കുരുമുളകിൻ്റെ പൊടിയാണ്. നമ്മളുടെ മീൻ വറുക്കുമ്പോഴൊക്കെ എപ്പോഴും നമ്മൾ അരയ്ക്കാറുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ കയ്യിലുള്ള അതാണ്. ഒരു കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. എന്തിനും പോകുന്ന ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ചേർത്തിരിക്കുന്നു. ഉപ്പില്ലാതെ എന്ത് മസാല അല്ലേ. അപ്പോൾ ഇത്രയും ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് ഒരു എന്താ പറയുക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് ചേർക്കണം. അതൊരു 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഫ്രഷായിട്ട് അരച്ച് ചേർക്കാവുന്നതാണ്. അത് എത്രത്തോളം എടുക്കണമെന്നുള്ളതൊക്കെ നമ്മുടെ വീഡിയോകളിലൊക്കെ കണ്ടവർക്ക് മനസ്സിലാകും. 2 ടീസ്പൂണാണ് ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയാണ് ഞാൻ ഇതുവരെ ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് അല്പം വിനെഗർ ചേർക്കാം. വിനെഗർ ഇഷ്ടമില്ലാത്തവർക്ക് ഫ്രഷ് നാരങ്ങ നീര് ചേർക്കാവുന്നതാണ്. ഒരു 2 ടീസ്പൂൺ വിനെഗർ, ഒരു 10 ml വിനെഗർ ചേർക്കുന്നു. അതിൻ്റെ അസിഡിക് ടേസ്റ്റിന് വേണ്ടിയാണ് വിനെഗർ ചേർക്കുന്നത്. അതില്ലെങ്കിൽ നാരങ്ങ നീരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതിനെക്കാട്ടിലും. പക്ഷേ ഞാൻ ഈ ഒരു റെസിപ്പിയിൽ വിനെഗർ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്നു. അതിനകത്തേക്ക് നമ്മൾക്ക് നമ്മുടെ തേങ്ങയുടെ എണ്ണ ഒരു 30 മില്ലി, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം വേണമെങ്കിൽ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഞാൻ അല്പം കൂടെ ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 30 മില്ലി രണ്ടോട് ചേർത്ത് 30 മില്ലി വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നമ്മളുടെ മീൻ വറുക്കുന്ന മസാലയ്ക്കകത്ത് നല്ലൊരു മണം കിട്ടും, നല്ല സോഫ്റ്റ്നെസ് കിട്ടും. കറിവേപ്പില ഒന്ന് പൊടിച്ച് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മീനിൻ്റെ 2 വശവും നന്നായിട്ട് വരഞ്ഞ ഭാഗങ്ങളിലും അകത്തും ഒക്കെ ചേർത്ത് മാരിനേഷൻ ചെയ്ത് നമുക്ക് 1 മണിക്കൂറോളം നമുക്ക് ചില്ലറുകളിലോ നമ്മുടെ റെഫ്രിജറേറ്ററുകളിലോ സൂക്ഷിക്കാവുന്നതാണ്. പുറത്തൊരു കാരണവശാലും വയ്ക്കരുത്. കാരണം നമുക്ക് എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ചൂട് ക്ലൈമറ്റിൽ അത് മോശമാകാൻ സാധ്യതയുണ്ട്. ഒരു തവ അടുപ്പിൽ ചൂടാക്കി ഒരു 50 മില്ലി കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ചൂടാക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പീസ് ഒരുമിച്ച് ചെയ്യാം. പക്ഷേ എൻ്റെ തവ ചെറുതായതുകൊണ്ട് ഞാൻ ഓരോ പീസ് വെച്ച് കുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു 2-3 തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നു. കറിവേപ്പിലിട്ടാൽ 2 കാര്യം. ഒന്ന്, എണ്ണയ്ക്കകത്ത് കറിവേപ്പില നല്ലൊരു മണം ഉണ്ടാകും. മീൻ വറുക്കുമ്പോൾ മീനിന് നല്ലൊരു ടേസ്റ്റ് മണവും ഗുണമൊക്കെ ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, മീൻ അടുക്കി പിടിക്കാതെ ആ കറിവേപ്പില നമ്മളെ ഒരു പരിധി വരെ രക്ഷിക്കും. കാരണം പ്രത്യേകിച്ച് ഇരുമ്പ് കടായൊക്കെ യൂസ് ചെയ്യും. നോൺ സ്റ്റിക്ക് അല്ല, ഇരുമ്പ് കടായാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിന് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണത്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ വെളിച്ചെണ്ണയിൽ ചെറിയ തീയിൽ 2 പുറവും തിരിച്ചും മറിച്ചുവിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ നമുക്ക് ഇത് വറുത്തെടുക്കണം. അതിനകത്തൊന്നും വലിയ സംഭവങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുന്നത് തന്നെയാണ്. എല്ലാ പ്രാവശ്യം നമുക്ക് വീട്ടിൽ വറുക്കുന്നതൊക്കെ തന്നെയാണിത്. ഷാലോ ഫ്രൈയിങ് നമ്മൾ പറയും. കണ്ടമാനം വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ മുക്കി ഫ്രൈ ചെയ്യാം. പക്ഷേ നമുക്ക് എപ്പോഴും നല്ലത്, ആരോഗ്യപ്രദമായുള്ളത് ഷാലോ ഫ്രൈ ആണ്. അതായത് കുറച്ച് വെളിച്ചെണ്ണയിൽ 2 പുറവും തിരിച്ചും മറിച്ചുവിട്ട് വറുക്കുന്നതാണ്. ഇപ്പോൾ ആ ഒരു സൈഡ് നല്ല ഭംഗിയായിട്ട് ബ്രൗൺ ആയി കഴിഞ്ഞു. രണ്ടാമത്തെ ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു ഇത് കയറാൻ പോകുന്നത്. നമുക്കൊരു 1/2 കപ്പോളം ചുവന്നുള്ളി അല്ലെങ്കിൽ ഉള്ളി, സവാള അരിഞ്ഞത്, കൊത്തി അരിഞ്ഞത്, അതിൻ്റെ കൂടെ 4-5 പച്ചമുളക് കൊത്തി അരിഞ്ഞത്, ഒരു 1-2 കറിവേപ്പിലയും പൊടിച്ച് അരിഞ്ഞത്. അപ്പം തിരിച്ചിട്ട് മീൻ നീക്കി സൂക്ഷിക്കുക. മീനിൻ്റെ വാലൊന്നും പൊടിയാതെ അതിൻ്റെ ഒരു വാല് ഇപ്പോൾ പൊടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കുക. സേഫായിട്ട് മീനൊരു സൈഡിലേക്ക് നീക്കിയിട്ടതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ കൊത്തി അരിഞ്ഞ സവാളയും പച്ചമുളകും കറിവേപ്പിലയുടെ ആ ഒരു മിക്സ്ചർ നമ്മളിതിലേക്കൊന്ന് ആ എണ്ണയിലേക്ക് തന്നെ ഇട്ട് അതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുന്നു. ആ എണ്ണയിൽ, അതായത് മീൻ വറുത്ത എണ്ണ തന്നെയാണ്. അപ്പോൾ നല്ല ഫ്ലേവറൊക്കെ ആ ഉള്ളിലൊക്കെ ഒന്ന് പിടിക്കും. അത് നന്നായിട്ടൊന്ന് ഇപ്പം മീൻ വറുത്തതിനകത്ത് ഉള്ളിക്ക് എന്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ഉള്ളിയൊക്കെ സവാളയൊക്കെ മീൻ വറുത്തതിൻ്റെ കൂടെ എപ്പോഴും കഴിക്കാറുള്ളതല്ലേ. അപ്പം ഇത് നന്നായിട്ട്
ഒന്ന് വഴണ്ട് വരുമ്പോൾ ഒന്ന് ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതൊക്കെ വെച്ച് നമുക്ക് അത് ആ ഫിഷിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് അറേഞ്ച് കൊടുക്കണം, പിടിപ്പിച്ച് അതിൻ്റെ എല്ലാ ആ ഒരു മേൽഭാഗം അടിക്ക് വേണ്ട, മേൽഭാഗത്തെ ഒരു സൈഡ് മാത്രം നന്നായിട്ട് ഇത് എല്ലാം ഒന്ന് ചേർത്ത് വെച്ച് കംപ്ലീറ്റ് ഫിഷ് ഈ ഒരു സവാളയുടെ മിക്സർ കൊണ്ട് കവർ ചെയ്ത് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തതിനു ശേഷം മാറ്റാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് അല്പം ചോറിൻ്റെയും സാലഡിൻ്റെയും കൂടെ വിളമ്പാവുന്നതാണ്. പണ്ടൊക്കെ ഇസ്രയേലിൽ പോകുമ്പോൾ ഒരു വിഭവമാണ് പത്രോസിൻ്റെ മീനും ചോറും എന്ന് പറഞ്ഞേക്കാം. അതുപോലെ തന്നെ ഇവരും ചോറുമായിട്ട് മീൻ കഴിക്കാൻ വളരെ നല്ലതാണ്. ദയവായിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഫുഡ് യൂബിൻ്റെ ഈ പുത്തൻ രുചി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു രുചിയുമായി കാണുമ്പോഴേക്കും ഷെഫ് സുജു ഫിലിം സൈനിങ് ഔട്ട്. രുചിയുടെ പൂരം കൊടിയേറട്ടെ, സന്തോഷത്തിൻ്റെ പൂത്തിരികത്തട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ആൾ.